ഇമ്മ ഇമ്മ എന്തുവാടെ ആവി പിടിച്ചാ? ചോറ് വേണോ? മറ്റേതൊന്നും എഴുതട്ടെ കേട്ടോ. ശരി. ഈ 6:30 തുടങ്ങിയതാട്ടോ. പഠിക്കണതിനും കാട്ടി ആളുടെ വാചകടി നല്ല ഉണ്ടാവും കേട്ടോ. അതൊക്കെ ക്ഷമിച്ചിരുന്ന് പഠിപ്പ് അങ്ങനെ അങ്ങോട്ട് മുഴുവിച്ചിക്കണു. അങ്ങനെയൊക്കെ പഠിപ്പ് കഴിഞ്ഞാൽ നേരെ എൻ്റെ തോളത്ത് കയറിയിട്ടോ. തോളത്ത് കയറി മെല്ലെ അങ്ങോട്ട് വെളിയിലേക്ക് കൊണ്ടുവന്ന് ആശാനെ മെല്ലെ സോപ്പിട്ട് താഴേക്ക് ഇറക്കിയിട്ടോ. താഴേക്ക് ഇറക്കിയതും വേഗം കമ്പ്യൂട്ടർ മുമ്പിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും അനിയനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലൂസ് ഇപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. ആൾക്കിന്ന് ജലദോഷവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സ്കൂൾ വിട്ട് വന്നതും ജലദോഷമൊക്കെ ആയിട്ടാണ് വന്നിക്കണത്. അപ്പോൾ ട്യൂഷനും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരുത്തോട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ഒന്ന് വയ്യല്ലോ ആൾക്ക്. അപ്പോൾ ഒന്ന് എടുത്തു പോയിരുന്ന നമുക്ക് അങ്ങനെയൊക്കെ ആണല്ലോ അമ്മമാർക്ക്. കുട്ടികൾക്ക് വയ്യങ്ങ് ഒന്ന് എടുത്തൊക്കെ പോയിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ പോയിരുന്നതാണ്. അപ്പോൾ ആര് ശ്രദ്ധിക്കണ്? ഞാൻ വന്നു ഇരിക്കണമെന്ന് പോലും ആൾ നോക്കണില്ല കേട്ടോ. അതായത്